സോഷ്യൽ മീഡിയയിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിയത് സുരക്ഷാ ആശങ്കയെ തുടർന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം. കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. നടപടി അപഹാസ്യമെന്ന് ജോൺ ബ്രിട്ടാസ് MP 24നോട് പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ പൂട്ടിയത്. അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമെന്ന് ചൂണ്ടിക്കാട്ടി IT ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടി. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപയ്ക്കെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ ആശങ്കയുണ്ടെന്ന് കുടുംബം പറഞ്ഞു. അഭിപ്രായ പ്രകടനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന ജോൺ ബ്രിട്ടാസ് MP. CJPയോടുള്ള സമീപനം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. ഒരു സുപ്രീം കോടതി മുഖ്യ ന്യായാധിപൻ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാറ്റയെന്നും പരാന്നജീവികൾ എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ എവിടേക്കാണ് ഈ ചെറുപ്പക്കാർ പോകേണ്ടത്? അവരുടെ രോഷം എവിടേക്കെങ്കിലും ചാനലൈസ് ചെയ്യണ്ടേ? അതിൻ്റെ ഒരു വെന്റിലേഷനാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വലിയൊരു സംഭവവികാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. അങ്ങനെയാണ് അതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതിനെക്കുറിച്ചും പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചോദിച്ചത്. അവിടെ ഇതെല്ലാം ചർച്ച ചെയ്യും. പുകയുന്ന ജനരോക്ഷമെന്ന് ഡോക്ടർ ശശി തരൂർ MP പ്രതികരിച്ചു. അക്കൗണ്ട് പൂട്ടിയതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കൂടുതൽ നടപടികൾക്കും സാധ്യതയുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.